കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ വിഭജന ഭീതി ദിനം ആചരിച്ച സംഭവത്തിൽ ABVPക്ക് നോട്ടീസ്. ABVP യൂണിറ്റിന് കോളേജ് അധികൃതർ നോട്ടീസ് നൽകി. സിജു കണ്ണൻ ചേരുകയാണ്. സിജു, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ? ഷമി, ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ അനുമതിയില്ലാതെ ABVP പ്രവർത്തകർ 15ഓളം വരുന്ന ABVP പ്രവർത്തകർ വിഭജന ഭീതി ദിനം ആചരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് 10 മിനിറ്റ് നീണ്ടുനിന്ന പരിപാടിയാണ് സംഘടിപ്പിച്ചത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കോളേജ് അധികൃതർ ABVP പ്രവർത്തകർക്ക് ABVPയുടെ യൂണിറ്റ് കമ്മിറ്റിക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് വളരെ പെട്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ട കാരണം കാണിക്കണം, ഈ പ്രതിഷേധം ഏത് സാഹചര്യത്തിലാണ് നടത്തിയത് എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ ആ നോട്ടീസിന് ഇപ്പോൾ ABVP മറുപടി നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ആ മറുപടി തൃപ്തികരമല്ല എന്നാണ് കോളേജ് അധികൃതരിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നേരത്തെ ഈ വിഭജന ഭീതി ദിനവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിഷേധങ്ങൾ കോളേജിൽ സംഘടിപ്പിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉത്തരവ് പുറത്തിറക്കിയിരുന്നു. ഈ ഉത്തരവിൻ്റെ പരസ്യമായ ലംഘനമാണ് ഉണ്ടായത്. എന്നാൽ ഇങ്ങനെ ഒരു ഉത്തരവിനെക്കുറിച്ച് തങ്ങൾക്ക് അറിയില്ല എന്നാണ് ABVP പ്രവർത്തകർ നൽകിയ മറുപടിയിലുള്ളത്. അതോടൊപ്പം തന്നെ ഇത്തരം പരിപാടികൾ കോളേജിൽ സംഘടിപ്പിക്കുന്നതിന് വലിയ പ്രശ്നങ്ങളില്ല എന്ന തരത്തിലുള്ളൊരു വിശദീകരണവും അവർ നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ കോളേജിൽ ഏതെങ്കിലും തരത്തിൽ അധ്യാപകരിൽ നിന്നോ പ്രിൻസിപ്പലിൽ നിന്നോ ഇങ്ങനെയൊരു അറിയിപ്പ് അവർക്ക് അങ്ങനെ ഒരു അറിയിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്നില്ല എന്ന ഒരു പ്രശ്നമായി നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വിശദീകരണം തൃപ്തികരമല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് രാവിലെ ABVP കോളേജിനകത്ത് മനഃപൂർവ്വം സംഘർഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് SFIയുടെ നേതൃത്വത്തിൽ ഉയർത്തിയത്. SFIയുടെ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്നാലേഖനം ചെയ്ത കൊടിയും ഏന്തിക്കൊണ്ട് SFI പ്രവർത്തകർ ക്യാമ്പസിലുടനീളം പ്രകടനം നടത്തി. വിഭജനത്തിനുള്ള നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധം വിദ്യാർത്ഥികളുടെ ഭാഗത്ത് ഉയർന്നു വരുമെന്ന പ്രഖ്യാപനമാണ് SFI പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടത്തിയത്. ഭരണഘടനയുടെ ആമുഖം വിദ്യാർത്ഥികൾ കയ്യിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. അതോടൊപ്പം തന്നെ കോളേജിൻ്റെ ബോർഡിൽ വിഭജന ഭീതി ദിനവുമായി ബന്ധപ്പെട്ട നോട്ടീസുകൾ അനധികൃതമായി ABVP പ്രവർത്തകർ പതിച്ചിരുന്നു. അത് SFI പ്രവർത്തകർ അവിടെ നിന്ന് മാറ്റി. ഈ സമയത്ത് ചെറിയൊരു സംഘർഷം അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ വിഭജന ഭീതി ദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്ത ഗവർണർ രാജേന്ദ്ര അർലേക്കറുടെ കോലം വിദ്യാർത്ഥികൾ കോളേജ് മുറ്റത്ത് വെച്ച് കത്തിച്ചു. ശക്തമായ പ്രതിഷേധമാണ് SFI പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഈ വിഭജന ഭീതി ദിനം ആചരിക്കാനുള്ള ആഹ്വാനവുമായി ബന്ധപ്പെട്ടുണ്ടായത്. കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ കേരളത്തിലാകെ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിൽ SFI വലിയ ശക്തമായ വിദ്യാർത്ഥി പ്രതിരോധമാണ് ഉയർത്തിയത്. അതോടൊപ്പം തന്നെ വളരെ സർഗാത്മകമായ രീതിയിലുള്ള ഒരു പ്രതിഷേധവും SFI പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട് നടത്തി. ഇന്ന് കോളേജ് ക്യാമ്പസിനകത്ത് 2024-25 വർഷത്തെ കോളേജ് മാഗസിൻ്റെ ഒരു പ്രകാശനം തീരുമാനിച്ചിരുന്നു. ഈ പ്രകാശനം ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട ആ സമയത്ത് നടത്താൻ കഴിഞ്ഞില്ല. ഇതേ തുടർന്ന് കോളേജിൻ്റെ മുറ്റത്ത് വെച്ച് കുരുതി എന്ന മാഗസിൻ്റെ പ്രകാശനം നടത്തി. വിഭജന ഭീതി ദിനം ആചരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിഭജിക്കാനുള്ള നീക്കത്തിനെതിരായ ശക്തമായ പ്രതിഷേധം എന്ന നിലയിലാണ് കോളേജ് അങ്കണത്തിൽ വെച്ച് വിദ്യാർത്ഥികളെയെല്ലാം തന്നെ സാക്ഷിയാക്കി ഈ കുരുതി മാഗസിൻ പ്രകാശനം ചെയ്തത്. യുവ സാഹിത്യകാരൻ VM മൃദുലാണ് ഇത് പ്രകാശനം ചെയ്തത്. അതോടൊപ്പം തന്നെ സെനറ്റ് അംഗങ്ങൾ, വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ ഈ പ്രകാശനവുമായി ബന്ധപ്പെട്ട് പങ്കെടുത്തു. വളരെ ശക്തമായ പ്രതിഷേധമാണ് ഇങ്ങനെ കാസർഗോഡ് ഗവൺമെന്റ് ഗവൺമെന്റ് കോളേജിലും ഒപ്പം തന്നെ കേരളത്തിന്റെ എല്ലാ ക്യാമ്പസുകളിലും അതിശക്തമായി തന്നെ SFI പ്രതിഷേധം ഉയർത്തി. അതുകൊണ്ട് തന്നെ വളരെ അപൂർവം ചില ക്യാമ്പസുകളിൽ മാത്രമാണ് വിഭജന ഭീതി ദിനാചരണം നടത്താൻ ABVPക്ക് കഴിഞ്ഞത്. അതുപോലെ തന്നെ വൈസ് ചാൻസലർമാരുടെ നിർദ്ദേശം ഒരിടത്തും നടപ്പിലായില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്.